ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എൻ്റെ കുഞ്ഞു യാത്രകൾ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണ് എല്ലാവർക്കും? സുഖമാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ യാത്രാ വ്ളോഗൊന്നുമല്ല കേട്ടോ, ഇന്നൊരു വെറൈറ്റി വ്ളോഗാണെന്ന് വിചാരിച്ചോളി. കാരണം എന്താണെന്ന് വെച്ചാൽ കൃഷിക്കാർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന, അതായത് കൃഷിക്കാർക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. വേറെ ഒന്നുമല്ല കേട്ടോ, സിമ്പിളായിട്ട് എങ്ങനെ നമുക്ക് ഗ്രാഫ്റ്റിംഗ് ചെയ്യാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. നമ്മുടെ വീട്ടിൽ ചെയ്ത ഒരു സംഭവമാണ് കേട്ടോ ഇത്. സിമ്പിളാണ്, വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് കേട്ടോ ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. ചില ആളുകൾക്ക് ഗ്രാഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണെന്ന് അറിയില്ല കേട്ടോ. അപ്പം ഞാൻ ചുരുക്കിയിട്ടൊന്ന് പറയാം കേട്ടോ. ഇപ്പോൾ വേറൊരു മാവിൻ്റെ, അതായത് ഇപ്പോൾ ഒരു കോമാങ്ങ, ഒരു എക്സാമ്പിൾ പറയാം കേട്ടോ. കോമാങ്ങയുടെ മൂച്ചിയാണെന്ന് വിചാരിച്ചോ. കോമാങ്ങ ഉണ്ടാവുന്നൊരു മാവുമ്പോൾ നമുക്ക് മൂവാണ്ടൻ മാങ്ങ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ്സാണ്. അതായത് കോമൂച്ചിമ്മ തന്നെ നമുക്ക് മൂവാണ്ടൻ മാവിൻ്റെ ഒരു കൊമ്പും കൂടി വെച്ച് പിടിപ്പിക്കുന്ന സംഭവമാണ് ഗ്രാഫ്റ്റിംഗ്. അപ്പോൾ ഒരു മൂച്ചിമ്മ തന്നെ നമുക്ക് രണ്ട് തരം മാങ്ങ ഉണ്ടാവും. അതാണ് കേട്ടോ ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞിട്ടാണ്. നീ കളിയാക്കാൻ ട്രോളാനൊന്നും നിൽക്കണ്ട, ഇതാണ് ചുരുക്കി പറഞ്ഞത് കേട്ടോ. ഇപ്പം നമ്മുടെ വീട്ടിൽ ഒരു മൂച്ചി തൈ ഉണ്ടായിരുന്നു, ചെറുതായിട്ട്. അത് വെച്ചിട്ട് ഇപ്പോൾ 2 വർഷം ആവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതുമ്മേ നമ്മുടെ അടുത്ത വീട്ടിലുള്ള ഒരു കാക്കുവാണ്. അവർ ഇങ്ങനത്തെ ഈ കൃഷിയുടെ കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഉള്ള ഒരാളാണ് കേട്ടോ. അപ്പോൾ അവർ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് ഒന്ന് ചെയ്യാം കേട്ടോ. അത് അവരുടെ അടുത്തുള്ള ഒരു വെറൈറ്റി മാങ്ങയാണ്. ആ മാങ്ങയുടെ ഇത് നമ്മുടെ ഈ മൂച്ചിമ്മ ചെയ്യുന്നതാണ് കേട്ടോ. ഇത് കണ്ടോ, വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു കണ എടുത്തിട്ട് ആ കണ മുറിച്ചിട്ട് അതുമ്മ വേറൊരു മൂച്ചിയുടെ കണ എടുത്തിട്ട് നമ്മൾ ഫിറ്റ് ചെയ്യുന്ന സംഭവമാണ് ഗ്രാഫ്റ്റിംഗ്. കണ്ടോ, വളരെ സിമ്പിളായിട്ടാണ് അവരത് ചെയ്ത് കാണിച്ചു തരുന്നത് കേട്ടോ. കണ്ടു നോക്കൂ. പിന്നെ എന്താന്ന് വെച്ചാൽ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ വീഡിയോസ് ചെയ്യാൻ പറ്റുള്ളൂ. സിമ്പിളാട്ടോ. നമ്മൾ 2 കൊമ്പുമ്മ ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് 2 കണമ്മ നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. സിമ്പിളാണ്. അതിൻ്റെ ഒരു കട്ട് ചെയ്തിട്ട് അതിൻ്റെ അകത്തോട്ട് അത് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ സീൽ ചെയ്തെടുക്കണം. അതായത് ഇങ്ങനെ ചുറ്റി ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ചെറിയ സംഭവം കൊണ്ട് ചുറ്റി അതിനെ നമ്മൾ മൂടി വെക്കും. ഈ സംഭവത്തിന് നമ്മളൊരു പ്ലാസ്റ്റിക്കിൻ്റെ ചെറിയ കവർ കൊണ്ട് മൂടി വെക്കും. ഒരാഴ്ച കൊണ്ട് ഈ കമ്പുണ്ടല്ലോ, ഈ മുകളിൽ നിൽക്കുന്ന കമ്പ് തെളുത്ത് വരും. അതാണ് അതിൻ്റെ സംഭവം. അതിന് കണകൾ പൊട്ടാൻ തുടങ്ങും, അതിന് പുതിയ ഇലകൾ വരും. അതാണ് അതിൻ്റെ സംഭവം. കണ്ടോ, ഇനി അതിന് ഒന്നും കൂടി ചുറ്റി കൊടുക്കുകയാണ് സംഭവം. ഇതേപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ സംഭവം കൊണ്ട് നമ്മളൊന്നും കൂടി ഒന്ന് ചുറ്റി കൊടുക്കുക കേട്ടോ. സിമ്പിൾ പരിപാടി കേട്ടോ. നമ്മൾ പുതിയതായിട്ടൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു സംഭവം കേട്ടോ അത്. കേട്ടോ, ഇനി നമ്മളൊരു കവറ് ഇട്ട് കൊടുക്കുകയാണ്. ഈ സംഭവമൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും കേട്ടോ. കൃഷിഭവനെന്നോ അപ്പോൾ അങ്ങനത്തെ ഇതൊന്നൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടുന്ന സംഭവമാണിത് കേട്ടോ. കേട്ടോ, ഈ കവറ് നമ്മളിത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് അതിന് പുതിയ ഇലകൾ വരും. ഇത്രയുള്ള സംഭവം. ഇതാണ് ഗ്രാഫ്റ്റിങ്. കണ്ടോ, ഇത്രയുള്ള സിമ്പിൾ പരിപാടിയാണ്. നമ്മൾ ഇനി ഒരു കൊമ്പുമ്മയും കൂടി നമുക്കൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. കെട്ടിക്കൊടുത്തു. അതെന്തറിയോ, കാറ്റിനോ ഒന്നും പാറി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളത് ചെറുതായിട്ടൊന്ന് കെട്ടിക്കൊടുക്കണം കേട്ടോ. ഇത്ര ഉള്ള പരിപാടി കേട്ടോ. അത് കഴിഞ്ഞു. ഇനി നമ്മൾ ഒരാഴ്ചക്ക് നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടും കേട്ടോ. അത് കെട്ടി സംഭവം പരിപാടി കഴിഞ്ഞു. ഇത്ര ഉള്ളു. സിമ്പിളല്ലേ? എങ്ങനെ അടിപൊളിയല്ലേ? അത് ചെറിയ മൂച്ചി തൈ കേട്ടോ. വെച്ചിട്ട് നമ്മൾ 2 വർഷം ആവുന്നേ ഉള്ളൂ. നമ്മൾ ഈ ഒരു കൊമ്പുമ്മയും കൂടി അത് ചെയ്യാണ് കേട്ടോ. സൂപ്പർ പരിപാടി കേട്ടോ. സിമ്പിൾ. തൈ ആകെ ഇത്രേ ഉള്ളൂ കേട്ടോ. മൂച്ചിയുടെ തൈ ആകെ ഇത്രേ ഉള്ളൂ. അതിനെ ചെത്തി ശരിയാക്കി അതിൻ്റെ നടുക്ക് നമ്മളൊന്ന് കട്ട് ചെയ്യാം കേട്ടോ. നീളത്തിൽ എന്നിട്ട് താഴത്തോട്ട് ഒന്ന് കട്ട് ചെയ്യണം. എന്നിട്ട് അതിൻ്റെ നടുക്കിലോട്ടാണ് നമ്മൾ വേറെ കമ്പ് വെക്കുന്നത്. പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന സംഭവം കേട്ടോ ഇത്. കണ്ടോ,
ഇപ്പോൾ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ കൃഷിയിൽ ഒത്തിരി പേര് ഇറങ്ങുന്നതുകൊണ്ടേ വലിയ ആളുകൾക്കൊക്കെ ഇത് അറിയാൻ പറ്റും. പക്ഷേ കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു സംഭവം കേട്ടോ. കണ്ടോ, സിമ്പിളാണ്. അത് അതിൻ്റെ അകത്തോട്ട് വെച്ചിട്ട് നമ്മൾ ഇനിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഇതുകൊണ്ട് നമ്മളത് കവർ ചെയ്യും, ചുറ്റിയിട്ട്. അത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മാക്സിമം ഷെയർ ചെയ്യുക കേട്ടോ നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ. അപ്പം നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ടാറ്റാ ബൈ.